മാതൃഭൂമി പോലുള്ള ഒരു മാധ്യമം ഇത്തരം ഒരു നിസ്സാര സംഭവം പോലും എടുത്ത് ചർച്ച ചെയ്യുന്നതിൽ എനിക്ക് ഒരു മനുഷ്യൻ മരിക്കുന്നത് നിങ്ങൾക്ക് നിസ്സാരമാകുന്നത് എങ്ങനെയാണ്? അത് എന്തൊരു ബഹുമാനക്കുറവാണ്. ഞാനും നിങ്ങൾ സംസാരിക്കുമ്പോ ഇതേ നിലപാട് ഞാൻ എടുത്താൽ മാക്കുറ്റി മിണ്ടില്ല, ഒരു കുറ്റിയും മിണ്ടില്ല. മാന്യമായി സംസാരിക്കണം, മാഷായാലും ഏതാളായാലും. മാധു, എനിക്കെന്റെ പേരുണ്ട്. അല്ല, മാന്യത ഒന്നും പഠിപ്പിക്കാൻ താൻ ഇങ്ങോട്ട് വരണ്ട. മാന്യത ഒന്നും ഞാൻ അമാന്യമായിട്ട് ഒരു വാക്കും പ്രയോഗിച്ചിട്ടില്ല. പശുവിനെ ഇവിടെ രണ്ട് എന്താ പറയുക, വാസവദത്തയുടെ മനോഹരമായ പെർഫോമൻസ് ആണ് നമ്മൾ കേട്ടത്. ഒരാൾ പറയുന്നു മണ്ണുമാന്തി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ, അല്ല സർ, ലഹരിക്കടത്തിൽ നിങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് FIR ഉള്ള ആളെ ഇന്ന് സ്ഥാനാർത്ഥിയാക്കിയതിൽ എന്തെങ്കിലും ലജ്ജ നിങ്ങൾക്ക് തോന്നിയോ? സർ, ആന്തൂറിലൊരു വ്യവസായി ആത്മഹത്യ ചെയ്തിരുന്നു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരത്തണോ കണക്കുകളുടെ പട്ടിക? ഈ പ്രസംഗം നടത്തുന്ന നിങ്ങളോട് ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ സർ, ഇദ്ദേഹം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന നമ്മളെ വിട്ടുപോയ മനുഷ്യൻ്റെ അവിടെ CPM-നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അജിൽ എന്നൊരാളുടെ പ്രസ്താവന എൻ്റെ സുഹൃത്തൊന്ന് ആവർത്തിക്കുമോ? ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ഗീർവാണ പ്രസംഗം നടത്തുന്നുണ്ടല്ലോ. ഞാനിതൊന്നും ഇവിടെ പറയരുതെന്ന് കരുതിയതാണ് സർ. ഞാനിവിടെ പറയുന്നത് തൃക്കണ്ണാപുരത്തിലെ CPM-നെ നിങ്ങൾ നിയോഗിച്ച, നിങ്ങളുടെ പാർട്ടിയിൽ ഇന്നും പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥി അജിൽ ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ആളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താണ് സാർ അതിനെക്കുറിച്ച് പറയുന്നത്? നിങ്ങളോട് ഇരുകൂട്ടോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഈർവാണ പ്രസംഗങ്ങളൊന്നും നിങ്ങൾക്ക് സ്വയം പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റൊരാൾ പറയുകയാണ് RSSൻ്റെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച്, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അത്രേ. സർ, നിങ്ങൾക്കറിയുമോ പത്മജ എന്ന ഉൽപ്പന്നം എവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണ്? എത്ര കാലം നിങ്ങൾ പാടി പഠിപ്പിച്ചു? K. കരുണാകരൻ്റെ വീട്ടിൽ നിന്നൊരാൾക്ക് നിങ്ങൾ ഇന്നും അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ബാക്കി പത്രം. അവൾ ആത്മഹത്യ ചെയ്തില്ല, അവർ നല്ലൊരു തെരഞ്ഞെടുപ്പ് നടത്തി. റിജിൽ മാക്കുറ്റി കൈകാലുകൾ ബന്ധിച്ച ഒരു പശുവിനെ പട്ടാപ്പകൽ നമുക്ക് അറക്കാൻ വലിയ ഗീർവാണ പ്രസംഗത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. AK ആന്റണിയുടെ മകൻ ഇന്ന് ഈ പ്രസ്ഥാനത്തിലെത്തിയിട്ടുണ്ടോ? ശശി തരൂര് പോലും നിങ്ങൾ നശിപ്പിക്കാൻ നടക്കുമ്പോൾ ഈ സർക്കാരിൻ്റെയും ഈ പ്രവർത്തനങ്ങളെയും പ്രകീർത്തിക്കേണ്ടി വന്നിട്ടുണ്ടോ? മറിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ കുറേ കഥകൾ പറഞ്ഞല്ലോ. നിലമ്പൂരിലെ പാർട്ടി ഓഫീസിൽ രാധയെ കൊന്ന് ചാക്കിൽ കെട്ടിയ കഥ നിങ്ങൾക്കറിയുമോ? അത് ആത്മഹത്യയല്ല സർ. നിലമ്പൂരിലെ പാർട്ടി ഓഫീസിൽ ചാക്കിൽ കെട്ടിയ കഥ നിങ്ങൾ ഓർമ്മിക്കുന്നോ? വയനാട്ടിൽ 2 കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കന്മാർ അവർ ആത്മഹത്യ ചെയ്തപ്പോൾ എഴുതി വെച്ച കുറിപ്പെന്താ നിങ്ങൾക്കറിയോ? പാർട്ടിയുടെ ട്രഷറർ, അയാളുടെ മകൻ വെല്ലുവിളി നേരിടുന്ന, ശാരീരിക വെല്ലുവിളി നേതാർ. ഇങ്ങളാണോ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് മാനവികതയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും? നോക്കൂ, വയനാട് മുള്ളംകൊല്ലി പഞ്ചായത്ത് മെമ്പർ ജോസ് നെല്ലേടം ഇന്ന് ഈ ഭൂമുഖത്തില്ല. കാരണം അറിയോ? പാർട്ടി ടിക്കറ്റ് കിട്ടാഞ്ഞതല്ല, നിങ്ങൾ വിശ്വസിച്ച നിങ്ങളോടൊപ്പം നിന്നതിൽ. ആന്തൂറിൻ്റെ ശിവലപ്പൻ ഞാൻ ചോദിക്കും സർ, CPM-കാരാ 2022 പീച്ചിയിൽ CITU നേതാവ് സജി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചതൊന്ന് വായിക്കുമോ നിങ്ങൾ? ഇന്ന് ഓൺലൈനിലുണ്ട്, കിട്ടും. കട്ടപ്പന CPM ഭരിക്കുന്ന സഹകരണ ബാങ്കിൻ്റെ മുമ്പിൽ കെട്ടിത്തൂങ്ങി ചത്തപ്പോൾ ബഹുമാനപ്പെട്ട മുള്ളങ്ങശ്ശേരി ബാബു എഴുതി വെച്ചത് ഒരാവർത്തി നിങ്ങളെടുത്ത് വായിക്കുമോ? ഞങ്ങളിവിടെ ആരെയും ആ അർത്ഥത്തിലല്ല മാധു പറയുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പാർട്ടിക്ക് ഏറ്റവും യുക്തമായ തെരഞ്ഞെടുപ്പിന് അർഹതപ്പെട്ട ആളുകൾ മുന്നോട്ട് വരും. ഇനി ചിലർ പറഞ്ഞു ഇവിടത്തേക്ക് അയച്ചു അങ്ങോട്ട് പോയി എന്ന്. സർ, ഏത് ശിവസേനയിലാണ് ചേർന്നത് നിങ്ങൾക്കറിയോ? ഉദ്ധവ് ഗ്രൂപ്പാ. അറിയോ? ഉദ്ധവ് ഗ്രൂപ്പ് അതിതീവ്രതയുള്ളതാണെങ്കിൽ ഒന്ന് പിണറായിയോട് വിളിച്ചു പറ, അല്ലെങ്കിൽ ബേബിയോട് വിളിച്ചു പറ, അവരൊന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്താൻ. നിങ്ങളിവിടെ തരാതരം പോലെ പച്ചക്കള്ളം മാധു. ഇതിനൊക്കെ പുറകിലുള്ള വസ്തുത ഒന്നേ ഉള്ളൂ. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിൽ പലർക്കും അസ്വസ്ഥതയുണ്ട്. അങ്ങേക്ക് രാഷ്ട്രീയ ആരോപണമൊക്കെ ഉന്നയിക്കാം. ഈ പറയുന്ന നേരത്തെ എണ്ണം പറഞ്ഞ ഈ പട്ടിക പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഒരു ചർച്ചയിൽ അവകാശം ഉണ്ടാകണമെന്ന് വിചാരിച്ചാണ്. ആ പട്ടികയിലേക്ക് ഈ 2 പേരുടെ പേര് കൂടിയുണ്ട്, അങ്ങത് പറഞ്ഞില്ല. അങ്ങ് നേരത്തെ മറ്റൊരു മാധ്യമത്തിന്റെ, ഓൺലൈൻ മാധ്യമത്തിന്റെ ആ ഒരു ഭാഗം മാത്രം എടുത്ത്, എൻ്റെ കയ്യിലുള്ളതാണ്, കാരണം അത് അങ്ങേക്ക്, അതായത് അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്ന, ഒരു പരാജയപ്പെട്ടു പോയി താനെന്ന് വിചാരിക്കുന്ന മനുഷ്യൻ എൻ്റെ സ്വഭാവം ഒരുപക്ഷെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എന്നുള്ളതും അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നങ്ങളും പറയുന്ന വളരെ 2-3 സെന്റൻസ്
നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രതിരോധമാക്കാൻ കഴിയുന്നത് കൊണ്ട് അങ്ങ് അതെടുത്ത് പറയുന്നു. താല്പര്യമുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ എന്നുള്ളതൊരു പ്രശ്നമാണ്. BJP എത്തി നിൽക്കുന്ന അവസ്ഥയെ കണ്ട് മറ്റുള്ളവർക്ക് അസൂയ. ഉള്ള മനുഷ്യന്മാർ മുഴുവനും ആത്മഹത്യ ചെയ്യാൻ പോവുകയും ചെയ്യുന്നത് കണ്ടിട്ടാണോ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ അസൂയപ്പെടേണ്ടത്? അവിടെ ആയിരുന്നെങ്കിലും ഒന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു എന്നാണോ അസൂയപ്പെടേണ്ടത്? മാധു വളരെ മനോഹരമായി സംസാരിക്കുന്നു. ഞാൻ ഒരു വാചകം പോലും ആ മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിലെ ഒരു വാക്ക് പോലും ഞാൻ ഈ ചാനൽ ചർച്ചയിൽ വായിച്ചിട്ടില്ല. താങ്കളോട് ഞാൻ ഒന്ന് അഭ്യർത്ഥിച്ചത് എന്താണ്, നിങ്ങളതൊന്ന് പൂർണ്ണമായി വായിക്കുക, അടർത്തിയെടുത്ത് വായിക്കല്ല. എന്നിട്ടും വേണമെങ്കിൽ എൻ്റെ വാദഗതികളെ ഡിഫെൻഡ് ചെയ്യാൻ എനിക്കതെടുത്ത് ഉദ്ധരിക്കാം മാധു. പക്ഷേ ഞാൻ ആ കുടുംബത്തിൻ്റെ കണ്ണീര്, ഒരുപക്ഷെ ഈ ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിൻ്റെ വേദനയിൽ അതിനകത്ത് ഉപ്പ് വാരിടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാനത് വായിക്കാത്തത്. മറിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇന്നലെ വരെ നിങ്ങൾക്ക് അവഗണിക്കാനും തള്ളിക്കളയാനുമായിരുന്നു, മത്സരിക്കാൻ ആളുകൾ തയ്യാറാവാത്ത പ്രസ്ഥാനമായിരുന്നു. ഇന്ന് ഈ ചർച്ച നമ്മൾ നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ആത്മഹത്യകൾ ചർച്ച ചെയ്യാൻ വിമുഖത കാണിച്ച കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് ഈ ചർച്ച ഇന്നും ഇന്നലെയും എടുത്ത് ചർച്ച ചെയ്യാനുള്ള കാര്യം ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെയൊക്കെ പ്രതീക്ഷയ്ക്കും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇക്കാലം തെറ്റിദ്ധരിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തരുത് ശ്രീ ജയേന്ദ്ര മാസ്റ്റർ. അതായത് ആന്തൂർ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച കേരളത്തിലെ മാധ്യമങ്ങൾ നിരവധി ദിവസങ്ങൾ നടത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് CPM-ന് അങ്ങനെ ഒരു വാദം ഉണ്ടാകില്ല, ഞങ്ങളെ അനുകൂലിച്ച് കളഞ്ഞു എന്ന് ദുസ്വപ്നത്തിൽ പോലും CPM ആ വിഷയത്തിൽ പറയില്ല. വയനാട്ടിലെ NM വിജയന്റെ വിഷയം 2-3 ദിവസം ചർച്ചയ്ക്കെടുത്തൊരു മാധ്യമപ്രവർത്തകയാണ് ഞാൻ. അത് അല്ല എന്ന് അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയില്ല. പിന്നെ BJP-യിൽ മാത്രം കാര്യങ്ങൾ നടക്കുമ്പോൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് അത് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുകയുമില്ല. ഈ വിഷയങ്ങളൊക്കെ ആത്മധൈര്യത്തോടു കൂടി ചർച്ചയ്ക്കെടുക്കുന്നു എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഞാൻ ഈ ചോദ്യം അങ്ങയോട് ചോദിക്കുന്നത്. മാധു, എനിക്ക് സന്തോഷമാണ് ഈ ചർച്ചയിൽ. മാതൃഭൂമി പോലുള്ള ഒരു മാധ്യമം ഇത്തരം ഒരു നിസ്സാര സംഭവം പോലും എടുത്ത് ചർച്ച ചെയ്യുന്നതിൽ എനിക്ക് ഒരു മനുഷ്യൻ മരിക്കുന്നത് നിങ്ങൾക്ക് നിസ്സാരമാകുന്നത് എങ്ങനെയാണ്? അത് എന്തൊരു ബഹുമാനക്കുറവാണത്. മനുഷ്യൻ മരിച്ചു പോകുന്നു എന്നത് നിസ്സാരമായ കാര്യമാണെന്ന് അങ്ങ് പറയുന്നത് ജീവനുള്ള ബഹുമാനക്കുറവാണ്. ഇവർക്ക് മനുഷ്യ ജീവിതത്തോട് പുച്ഛാണ്, ഒരു മൃഗത്തിന്റെ ജീവനാണ് ഇവർക്ക് വലുത്. ഒരാൾ ഇവിടെ ഇടയ്ക്ക് കയറി പറയുമ്പോ, സർ, കൈകാലുകൾ കെട്ടിയിട്ട ഒരു മൃഗത്തെ നാട്ടിലെ നിയമം ലംഘിച്ച് ആരെയോ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ മാനവികത ഞങ്ങളെ പഠിപ്പിക്കുക. ഏത് മൃഗം? ഈ നാട്ടിലെ ആളുകൾ ഭക്ഷിക്കുന്ന ഞാൻ പലപ്പോഴും നിസ്സാരമാകുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ മരിച്ചതിനെ കുറിച്ചുള്ള ചർച്ച, അതിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടാകുമ്പോൾ അതൊരു നിസ്സാര വിഷയം എന്ന് അങ്ങേക്ക് പറയാൻ കഴിയുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞ മാനവികതയുടെ ഏത് തട്ടിൽ നിന്നുകൊണ്ടാണ്? സമാനമായ വിഷയമാണോ ഈ പറയുന്ന? റിജിൽ ചെയ്തതും നോക്കൂ, അങ്ങ് റിജിൽ ചെയ്തു ഉന്നയിക്കുന്ന ആ വിഷയവും ഒരു മനുഷ്യൻ മരിച്ചു പോയത് സമാനമായ വിഷയമാണോ? ഈ വധത്തിൽ എന്താണ് ബന്ധം? സമാനമായ വിഷയമാണോ? ഞാൻ നിങ്ങളോട് ഇവിടെ മനുഷ്യ ജീവനാണോ വലുത് അല്ലെങ്കിൽ മൂലിക്കുട്ടിയുടെ ജീവനാണോ വലുത്? അല്ലല്ല, ഒരു മനുഷ്യന്റെ ചോദിക്കുന്നത്. ഞാനും നിങ്ങൾ സംസാരിക്കുമ്പോ ഇതേ നിലപാട് ഞാൻ എടുത്താൽ മാക്കുറ്റി മിണ്ടില്ല, ഒരു കുറ്റിയും മിണ്ടില്ല. നിങ്ങൾ എടുക്കുന്ന ഈ നയം ഞാൻ എടുത്താൽ മാന്യമായി സംസാരിക്കണം, മാഷായാലും ഏതാളായാലും. മാധു, എനിക്കെന്റെ പേരുണ്ട്. അല്ല, മാന്യത ഒന്നും പഠിപ്പിക്കാൻ താൻ ഇങ്ങോട്ട് വരണ്ട. മാന്യത ഒന്നും ഞാൻ അമാന്യമായിട്ട് ഒരു വാക്കും പ്രയോഗിച്ചിട്ടില്ല. എന്റെ പശുവിനെ അറിയാം. പശു ഭക്ഷണം കഴിക്കുന്ന പശുവിനെ അറക്കുന്നത് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? മൂരിക്കുട്ടി അറക്കുന്നത് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നില്ല.
ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിനകത്ത് പശു രാജ്യത്ത് ഏറ്റവും കൂടുതൽ പശുവിനെ അറുത്ത് അതിന്റെ മാംസം കഴിച്ചേക്കുന്ന ആരാ? നിങ്ങളല്ലേ? നിങ്ങളുടെ BJP നേതാവല്ലേ? സംഗീത് സോമനല്ലേ? ഈ വിഷയം ഉന്നയിക്കുക, പ്രക്ഷുബ്ധത ഉണ്ടാക്കുക, കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ പോകുക എന്ന് പറയുന്നത് BJP-യുടെ പാനലിസ്റ്റുകൾ സ്ഥിരമായി പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയം അവിടെ നിൽക്കട്ടെ. അങ്ങ് എങ്ങനെയാണ് ശ്രീ ജയചന്ദ്രൻ അങ്ങ് പറയൂ എങ്ങനെയാണ് ആ വിഷയം മാധുപക്ഷം പിടിക്കരുത്. മാധു ഇക്കാര്യത്തിൽ ഒരു കാര്യം, എനിക്ക് തന്ന അവസരത്തിൽ ആരാണ് കയറി സംസാരിച്ചത്? BJP-കാരനാണോ ബഹളം ഉണ്ടാക്കിയത്? വ്യക്തിപരമായ പരാമർശം നിങ്ങൾ എന്നോട് ചോദിച്ചു, എന്റെ അവസരത്തിൽ മാക്കുറ്റി കയറി. ഞാൻ അയാളോട് പറഞ്ഞു, അല്ലല്ല മാധു, എന്റെ അവസരത്തിൽ മാക്കുറ്റി കയറിയപ്പോൾ ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. BJP-ആണോ അലമ്പുണ്ടാക്കിയത്? ഞാനാണോ ബഹളം വെച്ചത്? അദ്ദേഹത്തിന്റെ അവസരത്തിൽ ഞാൻ മിണ്ടിയോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താ, നിങ്ങൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങ് വീണ്ടും ആ വിഷയത്തിലേക്ക് തന്നെ പോവുകയാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വ്യക്തിപരമായ പരാമർശം ആദ്യം ഉണ്ടായപ്പോൾ അദ്ദേഹം മിണ്ടിയില്ല, രണ്ടാമത്തെ തവണ മിണ്ടി. സ്വാഭാവികമാണ്. അങ്ങയെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തിപരമായ കാര്യം അദ്ദേഹം പറഞ്ഞില്ല, രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ മരിച്ചതും ആ ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കുമ്പോൾ അത് നിസ്സാരമാണെന്ന് പറഞ്ഞിട്ട് ഒരു മൃഗത്തെ കൊല്ലാൻ തയ്യാറായ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഈ കാര്യത്തിൽ വിമർശിക്കാൻ കഴിയുന്നത് എന്ന്, എങ്ങനെയാണ് ഇത് താരതമ്യം ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ പ്രശ്നം ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മരിച്ച വിഷയം നിസ്സാരമാകുന്നത്? അതിന് മാത്രം ആൻസർ ചെയ്യൂ. ഒരു മനുഷ്യൻ മരിച്ച വിഷയം എങ്ങനെയാണ് നിസ്സാരമാവുന്നത്? ഞാൻ തുടക്കം മുതൽ മാധുവിന് ഈ ചർച്ചയിൽ ഒറ്റ ചോദ്യമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഈ ആത്മഹത്യയിൽ BJP-ക്ക് എന്താണ് പങ്ക്? അതിന്റെ ഉത്തരം ഞാനും അങ്ങും തമ്മിൽ ഈ പറയുന്ന ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഞാനിപ്പോ ഏറ്റവും അവസാനം അങ്ങയോട് ചോദിച്ച ഡയറക്റ്റായ ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ചർച്ചയുടെ തുടക്കത്തിലേക്ക് അങ്ങ് തെന്നി മാറാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഒരു വിഷയം, ഒരാൾ മരിച്ച വിഷയം അങ്ങേക്ക് നിസ്സാരമാകുന്നത്? എങ്ങനെയാണ് നിസ്സാരമാകുന്നത്? നിങ്ങൾക്ക് നിസ്സാരമായിരിക്കും, ഞങ്ങൾക്കത് അങ്ങനെയല്ല. മാധു വളച്ചൊടിക്കാൻ വിരുദ്ധയാവരുത്. ഞാൻ തുടക്കം മുതൽ ചർച്ചയിൽ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ആത്മത്യാഗത്തിൽ ആ കുടുംബത്തിനെയോ ആ വ്യക്തിയെയോ വേദനിപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പല വാദഗതികളും അതിന്റെ പേരിൽ ഞാൻ സംസാരിക്കുന്നില്ല. അതിനോട് ഐക്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആരംഭിച്ചത്. ഒരുപക്ഷെ ഉത്തരം കിട്ടുന്നത് ആർക്കാണ് എന്ന് എനിക്കറിയില്ല, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഞാൻ ഇപ്പോഴും താങ്കളോട് ചോദിക്കുന്നത്, ഈ കാര്യത്തിൽ BJP-യെ കുറ്റപ്പെടുത്താൻ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? ഞങ്ങൾക്ക് എവിടെയാണ് ഇക്കാര്യത്തിൽ പങ്കുള്ളത്? അങ്ങ് ഈ ചോദ്യം നേരത്തെ എന്നോട് ചോദിക്കുകയും ഞാൻ അതിന് മറുപടി പറയുകയും ചെയ്തതാണ്. ഇത് നോക്കൂ, അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലാണ് ആ പരാമർശം ഉള്ളത്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച സമയത്ത്, അത് എന്തിനെതിരെ? നിങ്ങളുടെ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ട ആളുകളും സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പ്രഖ്യാപിച്ച ആളും അവിടെ ഒരു മണ്ണ് മാഫിയ സംഘത്തിന്റെ പ്രതിനിധികളായതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആരെയോ മത്സരിപ്പിക്കട്ടെ എന്ന് തീരുമാനിച്ച് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. അതിനെ തുടർന്നുണ്ടായ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല എന്ന ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചത് മാധ്യമങ്ങളല്ല. വാർത്ത കൊടുത്തത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിനെ അധികരിച്ച് മാധ്യമങ്ങളാണ്. ആ ആത്മഹത്യാക്കുറിപ്പിലാണ് ആ പരാമർശമെങ്കിൽ ആ ചോദ്യം സ്വാഭാവികമായും BJP ഫേസ് ചെയ്യേണ്ടതാണ്. ആ ചോദ്യം ഫേസ് ചെയ്യുമ്പോൾ BJP-കാരനല്ല, മാനസിക വിഭ്രാന്തിയുള്ള ആളാണ് എന്ന് പറഞ്ഞ് വീണ്ടും അപമാനിക്കുകയാണ്. എന്നിട്ട് അങ്ങ് പറയുകയാണ് ഞങ്ങൾ അവരുടെ കുടുംബത്തെ വേദനിപ്പിക്കാൻ തയ്യാറില്ല എന്ന്. ആ മനുഷ്യൻ മരിച്ച വിഷയം മാതൃഭൂമി ചർച്ചയ്ക്കെടുത്ത് എന്തോ കുറഞ്ഞ കാര്യമായി പോയി, നിസാരമായ വിഷയം ചർച്ചയ്ക്കെടുക്കാമോ എന്ന് ചോദിച്ച് വീണ്ടും അപമാനിക്കുകയാണ്. കഴിഞ്ഞോ മാധു? ഞാൻ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. മാധു ഇതേ തരത്തിലുള്ള CPM-ന്റെ സ്ഥാനാർത്ഥി വേറെ എന്തോ എന്ന് പറഞ്ഞോ? അത് മാതൃഭൂമിയുടെ കണ്ണിൽ വന്നോ ആ പ്രസ്താവന? ഇല്ല, അങ്ങ് പറയൂ. അദ്ദേഹം CPM-ൽ പോയി മത്സരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹം ഉദ്ധവ് താക്കറെയിൽ ഇവിടെ കോൺഗ്രസിൽ പോയി ചേരാൻ മത്സരിച്ചു. ഞങ്ങൾക്ക് എന്താ പങ്ക്? ഈ രാജ്യത്തുള്ള സ്വതന്ത്രമായി മത്സരിക്കുന്നവരൊക്കെ BJP-യോട് സമ്മതം ചോദിച്ചോ രാഷ്ട്രീയ പാർട്ടിയോട് സമ്മതം ചോദിച്ചോ മത്സരിക്കുന്നവരാണോ? ഇതിൽ സത്യത്തിന്റെ അംശമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടോ ശിക്ഷിക്കട്ടെ. ഞങ്ങൾക്ക് ഇവിടെ എവിടെയാ തർക്കമുള്ളത്?